ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളിലും എന്തുണ്ടാകട്ടെ? ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു എങ്ങനെ ഇരുന്നു? ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിൽ ആയി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി എന്ത് ചെയ്തു? വിളങ്ങി. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം ദൈവത്വത്തെ താൻ എന്ത് ചെയ്തു? മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. ചേർന്ന് പറഞ്ഞാട്ടെ, ദാസരൂപമെടുത്തു. ക്രൂശിലെ മരണത്തോളം ദാസരൂപം എടുത്തെന്ന് പറയുമ്പം ദൈവമായിരുന്നവൻ തൻ്റെ ദൈവത്വത്തെ മാറ്റിവെച്ചിട്ട് ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി ഒരു ദാസരൂപമെടുത്ത് നമ്മളെപ്പോലെ ഒരുവനായി ഭൂമിയിൽ ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. താൻ ദാസരൂപം എടുത്തുവെന്ന് മാത്രമല്ല, താൻ സമ്പന്നനായിരുന്നു. തൻ്റെ സമ്പന്നത താൻ നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചു. കാരണം ഞാനും നിങ്ങളും സമ്പന്നരാകാൻ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദാസരൂപമെടുത്തു. അപ്പൊ ഭൂമിയിൽ യേശു അവതരിച്ചത് നമ്മളെ പോലെ ഒരുവനായി ദാസരൂപമെടുത്തതാണ്. ഒരു വേഷത്തിൽ മനുഷ്യനായി അവതരിച്ചതാണ്. അപ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് പഠിക്കുന്നത്, താൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുൻപേ താൻ ആരായിരുന്നു? സാക്ഷാൽ ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് എന്ത്? തൻ്റെ ദൈവത്വത്തെ താൻ എന്ത് ചെയ്തു? മാറ്റിവെച്ചു. എങ്ങനെ വായിച്ചത്? ഒന്നുകൂടെ ആ വാക്യം. സ്തോത്രം. 5-ാമത്തെ വാക്യം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ. എങ്ങനെയിരുന്നു അവൻ? ചേർന്ന് പറഞ്ഞ എങ്ങനെയിരുന്നു? ദൈവരൂപത്തിൽ. ദൈവം എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഇരുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു? ദൈവം, സാക്ഷാൽ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവം എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെ ആ രൂപത്തിൽ ഇരുന്നു. സ്തോത്രം. ദൈവരൂപത്തിൽ ഇരിക്കെ. എന്നിട്ട് വായിച്ച്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തിട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. യേശുവിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അനുസരണമുള്ളവനായി, ദൈവത്തെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നവനായി തീരണമെന്നാണ്. അങ്ങനെ ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പോൾ സകല സമ്പന്നനായിരുന്ന കർത്താവ്, ദൈവരൂപത്തിലിരുന്ന കർത്താവ്, ദൈവമായിരുന്ന കർത്താവ് എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു.